ഹലോ, ഇന്നും എൻ്റെ കൂടെ തന്നെ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ചായ റെഡിയാക്കി. ഇന്ന് നമ്മൾ പൊടി കലക്കി ചുടുന്ന അപ്പമാണ് ഉണ്ടാക്കുന്നത്. അരി അരക്കുന്നതിന് പകരം അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങയും അതുപോലെ ഉപ്പും ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം എണ്ണ തടവ ചട്ടിയിലേക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഇപ്പോൾ പിന്നെ അങ്ങനെ ടേസ്റ്റായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും കിട്ടാറില്ല. പക്ഷേ ഇവനെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവനെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. മോളൊന്ന് പോയി നോക്കി. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എന്നെ കണ്ടു കഴിഞ്ഞാൽ കരയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വേഗം കിച്ചണിലേക്ക് തന്നെ ഓടി. നമ്മൾ ലേഡീസ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണെന്ന് പറയുന്നത് വെറുതെ അല്ലേ. ഒരേ സമയം എത്ര കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. ഒരിക്കലും അത് ലേഡി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് നമ്മൾ യൂസ്ഡ് ആവുകയാണ്. നമ്മുടെ സിറ്റുവേഷൻ കാരണം നമ്മൾ അങ്ങനെ ആയി പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് മോന് കൊണ്ടുപോകാൻ പൊട്ടാറ്റോ ഫ്രൈയും വെണ്ടയ്ക്ക ഫ്രൈയും കൂടിയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ രണ്ടും റെഡിയാക്കി എടുത്തു. മോന് വെണ്ടയ്ക്കയുടെ ഒരു ഫാനാണ് കേട്ടോ. വെണ്ടയ്ക്ക കറി വെച്ചാലും സാമ്പാർ വെച്ചാലും പൊരിച്ചാലും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോള് ഒന്നുകൂടി പോയി നോക്കി. അപ്പം ഒരു സൈഡിൽ ചുടു നടക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റിലെ അപ്പവും ചുട്ട് കഴിഞ്ഞ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുത്തു. മോന് സ്നാക്ക് കൊണ്ടുപോകാനും മോൾക്ക് കഴിക്കാൻ കൊടുക്കാനും മുട്ടയും പഴവും കൂടി പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. മസാല തേച്ച പൊട്ടാറ്റോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു നാളേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും റെഡിയായി. അതിനുശേഷം മോൾ ഒന്നുകൂടി പോയി നോക്കി. അവൾ കരയുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ എടുത്തിട്ടായിരുന്നു ബാക്കി പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ സൗണ്ട് കേട്ട് ആൾ പേടിച്ച് വിറക്കുന്നുണ്ടായിരുന്നു. കുക്കർ അതുപോലെ മിക്സി ഇതെല്ലാം നല്ല പേടിയാണ് സൗണ്ട്. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡിയാക്കി. അതിന് മോനെ പറഞ്ഞയച്ച് കഴിഞ്ഞ് അവളെ ഉറുക്കി. അതിനുശേഷം ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ജൂണാണെങ്കിലും നല്ല വെയിലായിരുന്നു പുറത്ത്. ഇന്നലത്തെ കറി ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശയും ചെറുപയർ കറിയും ചായയും കുടിച്ചു. ഇന്ന് ചായ കുടിക്കാൻ കുറച്ച് ലേറ്റായി. സാധാരണ മോൻ്റെ കൂടെ കഴിക്കാറാണ് പതിവ്. ഒറ്റയ്ക്ക് തനിച്ചിരിക്കുന്ന ടൈം, മീ ടൈം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഇന്ന് രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. മോർണിംഗിലെ എല്ലാ പാത്രവും ഒരുമിച്ചാണ് കഴുകുന്നത്. അങ്ങനെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ഒരൈറ്റം കട്ട് ചെയ്തിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി നമ്മൾ കുറച്ച് മീൻ കട്ട് ചെയ്യാതെ അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കട്ട് ചെയ്തെടുത്തു. അങ്ങനെ 2 ഐറ്റം മീനും നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം മോൾക്ക് വേണ്ടിയിട്ടുള്ള രാഗി പ്രിപ്പയർ ചെയ്തു. അപ്പോഴേക്കും അവൾ ഉണർന്നു. അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തു. ഇത്തിരി വാശി കാണിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ന് മീൻ നന്നാക്കിയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തു. ഉച്ച ആവാറായി ടൈം. മീനെല്ലാം മസാല തേച്ചിട്ട് പൊരിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.